വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ അയൽ രാജ്യങ്ങൾ പ്രക്ഷുബ്ധമാണ്, നമ്മളുമായിട്ട് വലിയ തർക്കത്തിലാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും, ഇപ്പൊ നേപ്പാളും തുടങ്ങിയിട്ടുണ്ട്. നേപ്പാളിലെ ബാലൻഷ പിച്ചും പേയും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ശ്രീലങ്കയായിട്ട് കുഴപ്പമില്ല. വേറൊരു രാജ്യം മ്യാൻമർ. ഈ മ്യാൻമറിന്റെ ഭരണാധികാരി കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇപ്പൊ മ്യാൻമറിലെ സമാധാനവും സ്ഥിരതയും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയുടെ ഒരു മാത്രം പ്രശ്നമല്ല അത്. തെക്ക് കിഴക്കൻ ഏഷ്യയുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കണ്ണി ഇന്ത്യക്ക് മ്യാൻമർ ആണ് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും മ്യാൻമറും 1643 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ സുരക്ഷ നിലനിർത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻഗണനയാണ്. മ്യാൻമറിൽ നമുക്കറിയാം, മ്യാൻമറിൽ വലിയ ആക്രമണങ്ങളൊക്കെ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. 20 കിലോമീറ്റർ അപ്പുറം കയറി ഇന്ത്യ ആക്രമണം നടത്തി. ഈയിടയ്ക്ക് നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്ത, ഉൾഫയുടെ അവിടെയുള്ള യൂണിറ്റുകളെല്ലാം ഇന്ത്യ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്ത് കളഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. മ്യാൻമർ അതിർത്തിക്ക് സമീപം സജീവമായ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വിമത ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഗ്രൂപ്പുകൾക്കെതിരെ മ്യാൻമർ കർശന നടപടിയെടുക്കും എന്നിപ്പോ പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഒരു കാര്യം കൊണ്ടും ഭയപ്പെടേണ്ട, മ്യാൻമർ അതിർത്തികൾ സുരക്ഷിതമായിരിക്കും. ഇന്ത്യക്കെതിരെ അവിടെ നിന്ന് ഒരു നീക്കം പോലും ആരും നടത്തില്ല, മ്യാൻമർ നടത്തില്ല, ആരെയും നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല എന്ന് മ്യാൻമറിന്റെ വലിയ ഉറപ്പ് വന്നിട്ടുണ്ട്. മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹെങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഒരു സാഹചര്യത്തിലും ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്കെതിരെ മ്യാൻമറിന്റെ പ്രദേശം ഉപയോഗിക്കില്ലെന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായിട്ട് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത്, അതായത് ലോകം മുഴുവൻ ഈ യുദ്ധം കൊണ്ട് മൂടിയിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടങ്ങുമെന്ന് പറയുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എത്ര വാർ ഫ്രണ്ട് തുറക്കണം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലേക്ക് ഉറപ്പായിട്ട് ഒരെണ്ണം തുറക്കണം. ബംഗ്ലാദേശ് ആ സമയത്ത് ആക്രമിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിലേക്ക് ഒരെണ്ണം തുറക്കണം. നേപ്പാളിനെ പിന്നെ നമുക്ക് ഡീൽ ചെയ്യാം. ശ്രീലങ്ക കുഴപ്പമില്ല. മ്യാൻമർ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ നിന്നും ഒരു ഫൈറ്റ് വരികയാണെങ്കിൽ അവിടേക്ക് ഒന്ന് കടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോ പ്രധാനമന്ത്രിയുടെ വലിയ നയതന്ത്ര വിജയം എന്നാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് എഴുതുന്നത്. എന്താണ് ഈ നയതന്ത്ര വിജയം? മ്യാൻമറിൽ ഇപ്പോൾ ഈ ഉറപ്പ് നൽകിയിരിക്കുന്നതിന്റെ പിന്നിൽ നമ്മൾ സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ? എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള വലിയ ഒരു നീക്കം? കഴിഞ്ഞ ദിവസം ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതില് റഷ്യയിൽ ഇപ്പോൾ ഒരു യോഗം നടന്നിരുന്നു. ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അതിൽ വെച്ചിട്ട് റഷ്യയുടെ സാന്നിധ്യത്തിൽ മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ ഒരു രഹസ്യ ചർച്ച നടന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ രഹസ്യ ചർച്ചയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അന്ന് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ധനുഷ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളുമായി പറഞ്ഞത്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് അവിടെ സംഭവം എന്ന് വെച്ചാൽ, മണിപ്പൂര് കഴിഞ്ഞ കുറേ നാളായിട്ട് പ്രശ്നങ്ങളാണ്. അവിടെ വെറും ഒരു ഗോത്രവർഗ കലാപമല്ല, അവിടെ നടക്കുന്നത് ശരിക്കും ടെറർ അറ്റാക്കുകൾ തന്നെയാണ്. അതാണ് വളരെ രീതിയിൽ ഇപ്പോൾ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ മ്യാൻമാർ അതിർത്തിയാണ്. മ്യാൻമാർ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രാജ്യമാണ്. അരക്കൻ ആർമിയെ നമ്മൾ ഒരു ഭാഗത്ത് പിന്തുണയ്ക്കുന്നുണ്ട്. അരക്കൻ ആർമിയുടെ അണ്ടറിൽ ഇരിക്കുന്ന ബംഗാൾ, അതായത് വേ ഓഫ് ബംഗാളിനോട് സമീപമുള്ള ഒരു തുറമുഖത്തിന്റെ പണി നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നു. സിറ്റ്വേ തുറമുഖം എന്നാണ് അതിന്റെ പേര്. ആ സിറ്റ്വേ തുറമുഖത്തിന്റെ പണി തീരാറായി. അങ്ങോട്ടേക്കുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ പണിയും തീരും. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് മ്യാൻമാർ. രണ്ടാമത്തെ കാര്യം, മ്യാൻമാറിന്റെ തുറന്നു കിടക്കുന്ന അതിർത്തി, ഇന്ത്യയും മ്യാൻമാറുമായിട്ട് തുറന്നു കിടക്കുന്ന അതിർത്തി, അവിടെ വേലി കെട്ടുക എന്നുള്ളതാണ് ഒരു വലിയ ഹിമാലയൻ ടാസ്ക് ആണ്. അപ്പൊ അവിടെ വേലി കെട്ടി തുടങ്ങിയിട്ടുണ്ട് അമിത്ഷാ. കാരണം ഈ മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പോകാം. അങ്ങനെ പ്രത്യേകിച്ച് വിസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പണ്ട് തൊട്ടേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബംഗ്ലാദേശിലോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ വേലി കെട്ടുകയാണ്. ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യാൻമാറിലുള്ള ഭീകര ഗ്രൂപ്പുകളുണ്ട്. ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് മ്യാൻമാറിൽ നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അവർ നേരെ ചാടി വരുന്നത് ഇന്ത്യയിലേക്കാണ്. പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, മണിപ്പൂരിലേക്കാണ്. കാരണം മണിപ്പൂരുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട് ഇവർ. മണിപ്പൂരിലേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട് ഇവര് അവിടെ ഉള്ളവർക്ക് ഡ്രഗ്സ്, ആയുധങ്ങൾ, പരിശീലനം, പിന്നെ ഇവർ തന്നെ അവിടെ അറ്റാക്കുകളും മറ്റും ചെയ്തുകൊണ്ട് ഒരു വിധ്വംസപ്രവർത്തനം. കാരണം ഇവരുടെ ഫണ്ടുകൾ വരുന്ന അമേരിക്കയോ ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഉള്ള ഏജൻസികളുടെ ഫണ്ടുകളാണ് എത്തുന്നത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന വിഘടനവാദം ഇല്ലെങ്കിൽ തീവ്രവാദം തന്നെയാണ് അതും എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ പലപ്പോഴും മ്യാൻമാറിന്റെ അതിർത്തി കടന്ന് 20 കിലോമീറ്ററും 92 കിലോമീറ്ററും അകത്ത് കടന്ന് അടിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകൾ. അപ്പൊ ഇത്തവണ സംയുക്തമായൊരു നീക്കം നടത്താനുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ മോസ്കോയിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അതായത് ഇന്ത്യ ഒരു വമ്പൻ ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. അതായത് ഈ അതിർത്തി ബോർഡറിൽ ഉള്ള ഇവരുടെ കേന്ദ്രങ്ങൾ
കണ്ടെത്തിക്കൊണ്ട് മ്യാൻമാറുമായി സഹകരിച്ചുകൊണ്ട്, അതായത് മ്യാൻമാറുമായി, കാരണം ഒരു രാജ്യത്തിനകത്തേക്കാണ് നമ്മൾ കയറുന്നത്, അപ്പം മ്യാൻമാറുമായി സഹകരിച്ചുകൊണ്ട് ഈ പോയിന്റുകളെല്ലാം ഇന്ത്യ ഏത് നിമിഷവും ഒരു ആക്രമണം നടത്തിയേക്കും. ഇപ്പം മ്യാൻമാറിന്റെ ബോർഡറിൽ നമ്മൾ അടിക്കുന്നത് വലിയ വാർത്തയായിട്ട് ആരും കൊടുക്കാറില്ല, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആസാം റൈഫിൾസ് കയറി അടിക്കാറുള്ളതാണ്. ഈ അരുണാചൽ പ്രദേശിൽ ഒരു CRPF ജവാന്മാരെ കൊന്ന ഉൾഫ ഐ, 2 ഉൾഫയുണ്ട് കേട്ടോ, ഒരു ഉൾഫ രാഷ്ട്രീയത്തിലൊക്കെ പോകാം, ഉൾഫ ഐ എന്ന് ഇൻഡിപെൻഡൻസ്, ആ ഉൾഫയാണ് നേരത്തെ പറഞ്ഞ കേസ് നമ്മൾ വാർത്ത ചെയ്തിരുന്നത്. ഡ്രോൺ ആക്രമണത്തിലൂടെ ചെങ്കുത്തായ മലകളിൽ ഒളിച്ചിരുന്ന ഇവരുടെ ലീഡർ, കമാൻഡർ ഉൾപ്പെടെ നമ്മൾ തട്ടിക്കളഞ്ഞു. അത് മ്യാൻമാറിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു വമ്പൻ ഓപ്പറേഷൻ ഒരുങ്ങുകയാണ് അതിർത്തിയിൽ. കാരണം ഈ മ്യാൻമാർ അതിർത്തിയിൽ വലിയ രീതി, കാരണം മണിപ്പൂർ നമുക്ക് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. മണിപ്പൂരിന് ശാശ്വതമായ സമാധാനം വേണമെങ്കിൽ അവിടുത്തെ ഈ പ്രശ്നകാരികളെ ഒതുക്കുക. അത് മണിപ്പൂരികളല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതാണ്? 9 കിലോമീറ്റർ 10 കിലോമീറ്റർ പോകുന്ന മിസൈലാണ്, പിന്നെ ആധുനിക രീതിയിലുള്ള തോക്കുകളാണ്, ആധുനിക രീതിയിലുള്ള ഗ്രൈനേഡുകളാണ്. ഇതൊക്കെ എവിടുന്നാണ് സാധാരണ ഒരു റൈറ്റ് ഉണ്ടാകുന്ന, ഒരു ലഹള ഉണ്ടാകുന്ന അവർക്ക് എവിടുന്നാണ് കിട്ടുന്നത്? സാധാരണ നമ്മുടെ രാജ്യത്തൊക്കെ അനവധി ലഹളകൾ ഉണ്ടാകുന്നത്. ലഹളയിൽ നമ്മൾ കാണുന്ന പ്രധാന വെപ്പൺസും മഴു, വാള്, വടി, കല്ല്, ഇതൊക്കെയല്ലേ. ചിലപ്പോൾ പെട്രോൾ ബോംബ് മാക്സിമം വരും, ചിലപ്പോൾ ഇച്ചിരി കൂടിയ ബോംബ് വരുമായിരിക്കും. നമ്മുടെ കണ്ണൂർ കണക്കൊക്കെ ഉള്ള സ്ഥലം പറയുമ്പോൾ മുമ്പ് അവിടെ ഒക്കെ ഉള്ള കണക്ക് സ്റ്റീൽ ബോംബ് ടൈപ്പ് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ സ്റ്റീൽ ബോംബ് ഇപ്പൊ ഇത്രയും വലിയ ആയുധങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണ കലാപത്തിന് ഉപയോഗിക്കുക? ഈ മിസൈൽ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക? ഇല്ലെങ്കിൽ ദീർഘദൂര ആധുനിക റൈഫിൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രനേഡ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ഇതിവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും ഈ റിപ്പോർട്ട് ചെയ്യില്ല. ഇവരുടെ ആയുധത്തെക്കുറിച്ചുള്ള ആയുധം ശേഖരം മണിപ്പൂരിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ ജസ്റ്റ് പഴയ വാർത്തയൊക്കെ ഒരുപാട് ഗൂഗിളിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്തൊക്കെ ടൈപ്പ് ആയുധങ്ങളാണെന്ന് നോക്കണം. ഒന്നും നമ്മുടെ ലോക്കലി ഉള്ള ആയുധങ്ങളല്ല. പിന്നെ ലോക്കലി തന്നെ ഇവർ പുറത്തു നിന്ന് അതിനുള്ള ഈ സാധന സാമഗ്രികൾ ഇവിടെ എത്തിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിർമ്മിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ കാര്യം. ഈ മിസൈൽ അറ്റാക്ക് നടന്നത് സാധാരണപ്പെട്ടവരുടെ ഇടയിലേക്കല്ല, മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയായിരുന്നു നടന്നത്. അന്ന് അവിടെ ആളില്ലാഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ മ്യാൻമാറിന്റെ ബോർഡർ അടക്കം ഉള്ളിലേക്ക് കയറി ഇവരുടെ പ്രധാനപ്പെട്ട തീവ്രവാദ പോയിന്റുകൾ, മ്യാൻമാറിൽ അവർ തീവ്രവാദികളല്ല, മ്യാൻമാറിൽ അവരെ ഈ റിബൽ ഗ്രൂപ്പ്സ് ആണ്. അനവധി റിബൽ ഗ്രൂപ്പ്സ് ഉണ്ട് അധികാരം പിടിക്കാൻ വേണ്ടി. ആ റിബൽ ഗ്രൂപ്പ്സ് ആണ് അവർ. അപ്പൊ ആ റിബൽ ഗ്രൂപ്പ്സിനെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി പൂർണ്ണമായി ഇന്ത്യക്ക് അത് അനിവാര്യമാണ് തീർക്കുക, ഒപ്പം തന്നെ വേലി കെട്ടുക. അതിനുശേഷം അമിത്ഷാ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ പഴയ കണക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയില്ല, പകരം ഒരു പെർമിറ്റ് എടുക്കണം. 7 ദിവസത്തേക്ക് മറ്റോ ഒരു പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ പോകാൻ കഴിയൂ. അതിനെതിരെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ അവിടെ വേലികെട്ടൽ ആരംഭിച്ചിരിക്കുകയാണ്. വേലികെട്ടൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ആളുകളുടെ ഒരു ധാരണ നമ്മുടെ പറമ്പിലൊക്കെ വേലി കെട്ടുന്ന പോലെ ഈസി ആണെന്നുള്ളതാണ്. കാരണം അതേപോലുള്ള നമ്മുടെ പറമ്പ് എന്ന് പറയുമ്പോൾ, നമ്മുടെ പുരട എന്ന് പറയുമ്പോൾ നിരന്ന് കിടക്കുന്ന നിരപ്പായ ഒരു സ്ഥലമാണ്. ഇപ്പൊ കേരളത്തിൽ എവിടെയും ചെങ്കുത്തായ സ്ഥലങ്ങളിൽ വേലി കെട്ടേണ്ട അധികം സ്ഥലങ്ങളൊന്നും ഇല്ല, നിരപ്പായ കിടക്കുക. അവിടെ അതിലോ വേലിയോ കെട്ടുക, ചിലപ്പോൾ 2 ഒരാഴ്ച കൊണ്ട് കെട്ടി തീർക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അത് പറ്റില്ല, റിസ്ക് ആണ്. അത് ഈ ബംഗാളിന്റെ ബോർഡറിലും അതാണ് വലിയ റിസ്ക്. കാടും മലയും നദിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കൂടെ ഒക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും തീരുന്നൊരു പ്രക്രിയയല്ല. പിന്നെ തുറസായ സ്ഥലങ്ങളിൽ പെട്ടെന്ന് കെട്ടി തീർക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ മ്യാൻമാറിലും ഇത്രയും ഇത് വഴി അടക്കുക, ഈ പിന്നെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുക, അതിനുശേഷം ഈ വേലി കെട്ടിത്തിരിച്ച് അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ശക്തമാക്കുക, ഒരു പഴുതും കൊടുക്കാതിരിക്കുക, എന്നിട്ട് മണിപ്പൂരിൽ ഒരു നിരത്തങ്ങ് നിരത്തുക. അതായത് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല, അകത്തോട്ടും വരാൻ കഴിയുന്നില്ല, ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അവിടെ തീരുക എന്നുള്ളതാണ്. കാരണം മണിപ്പൂരിന്റെ വിഷയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഒരു വമ്പൻ ഓപ്പറേഷൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് 3-4 ദിവസം മുമ്പ് വന്നിരുന്നു മോസ്കോയിൽ ഒരു നിർണായക കൂടിക്കാഴ്ചയാണ്. അത് റഷ്യയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചർച്ചകൾ മുഴുവൻ നടന്നത്. ഈ 2 ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും ഒഫീഷ്യൽസും മറ്റുള്ളവരും ചർച്ച നടക്കുക, ഇങ്ങനെ ഒരു തീരുമാനം അതിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വ്യാപാരപരമായി, കാരണം നമ്മൾ അവിടെ ഈ റയർ മെറ്റൽസ് ഏറ്റവും കൂടുതൽ ചൈന കൊണ്ടുവന്ന മ്യാൻമാറിൽ നിന്നാണ്. ചൈനയ്ക്ക് വലിയ ഹോൾഡാണ് മ്യാൻമാറിലുള്ളത്. അപ്പൊ ഇന്ത്യൻ കമ്പനികളെ മ്യാൻമാർ ക്ഷണിച്ചിരുന്നു, ഞങ്ങളുടെ റയർ മെറ്റൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അങ്ങനെ നമ്മുടെ 4-5 കമ്പനികൾ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല മ്യാൻമാറിന്. അതുകൊണ്ടാണ് മ്യാൻമാറിൽ നമ്മൾ കളിക്കുന്നത് ഡബിൾ ഗെയിമാണ്. ഈ ജിണ്ട വിഭാഗമാണ് അവിടെ ഭരണത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് അരക്കൻ ആർമിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അരക്കൻ ആർമിയുടെ അവിടെയാണ് നമ്മൾ സിറ്റ തുറമുഖം ഇരിക്കുന്നത്, വഴി ഇരിക്കുന്നത്. ബാക്കി ഇപ്പുറത്തും നമ്മളത് ചെയ്യുന്നത്. രണ്ടും ചെയ്യുന്നത്. ചൈന ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ചൈനയുടെ തന്നെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ, എല്ലാവരുടെയും ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റും. കാരണം അത്രയും ഒരു ഭൂപ്രകൃതി ഇല്ലാതെ നിൽക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് ബംഗ്ലാദേശിന് നമ്മളിപ്പം മ്യാൻമാറിനെ കൈവിട്ട ചൈനയ്ക്ക് ഈസി ആയിട്ട് അവിടെ കയറി വരാൻ എളുപ്പത്തിൽ പറ്റും. അവരുടെ കയ്യിലോട്ട് മ്യാൻമാർ പോകും. തൊട്ടുപുറത്തുള്ള രാജ്യം ഏതാ? മ്യാൻമാറിന്റെ ബംഗ്ലാദേശാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടാതിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഇപ്പൊ പിന്നെ നേപ്പാളിന്റെ കാര്യം പറഞ്ഞാൽ, നേപ്പാളിൽ ഇപ്പൊ പുതിയതായിട്ട് പറയുന്ന പ്രധാനമന്ത്രി ഇതിന് മുമ്പിരുന്ന മറ്റേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പം ഈ പിള്ളേർ ജൻസി പുറത്താക്കിയ പ്രധാന ശർമ്മ ഒലിയുടെ സ്ഥിരം പ്രസ്താവന ഇത് തന്നെയായിരുന്നു. അദ്ദേഹം അയോധ്യ പോലും ഏറ്റെടുത്തു. അയോധ്യ അതല്ല, ഞങ്ങളുടെ നാട്ടിലാണ് യഥാർത്ഥ രാമൻ സീതയൊക്കെ ജനിച്ചത്, അവന്മാർ കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം എന്നും ഉണ്ടാക്കുന്നത്. അതിന്റെ വേറൊരു പതിപ്പായിട്ട് കണ്ടാൽ മതി. ഇത് മറ്റൊരു വിജയിയാണ്, നേപ്പാളിലെ മറ്റൊരു വിജയിയാണ്. കാരണം ഈ ജൻസി കലാപത്തിലൂടെ ഉയർന്നു. ഇതിലൊരു പോപ്പ് ഗായകനും ഇച്ചിരി അത്യാവശ്യം ആരാധകരുള്ള ഒരു താരമാണ്. അപ്പൊ ആരാധന കൊണ്ട് പുള്ളി വന്നിരുന്നു കഴിയുമ്പോഴത്തേനും കുറെ സൂപ്പർ ഡ്യൂപ്പർ ഡയലോഗുകളൊക്കെ വെക്കുക എന്നുള്ളത്. സുരേഷ് ഗോപിയുടെ ഡയലോഗുകളായിട്ടാണ് ഞാൻ ഇതിനെ താരതമ്യം ചെയ്യുന്നത്. നേപ്പാളിലെ ഒരു സുരേഷ് ഗോപി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം, പ്രവൃത്തി എനിക്കറിയില്ല. സുരേഷ് ഗോപി പിന്നെയും കാര്യങ്ങളൊക്കെ ചെയ്യും, മറ്റാൾ അത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. സംസാരം അതൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ ഇത്തരം ഭാഗങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് പറയുമ്പോൾ അതൊക്കെ ബോർഡറിൽ അവരുടെ എക്സൈസ് ഡ്യൂട്ടി ചുമത്താൻ ആളില്ല, മൊത്തം കുത്തൊഴിഞ്ഞ് കിടക്കുക, വണ്ടി കെട്ടിക്കിടക്കുകയാണ് അവിടെ. ബോർഡറിൽ കൂടെ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ പേപ്പർ റെഡിയാക്കാൻ ആളില്ലായിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നിട്ട് പറഞ്ഞു ഞങ്ങളിപ്പോ അവരുമായിട്ട് മറ്റേ നമ്മുടെ യാത്ര തടഞ്ഞായിരുന്നല്ലോ, ഏതാ ഈ ലിംബു ഖേര വഴിയിട്ട് നമ്മുടെ മാനസരോവർ ഹിമാലയൻ യാത്ര. അപ്പം അതിപ്പോ ഞാനിപ്പോ ചർച്ച നടത്താൻ പോകാന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പുള്ളി അടിക്കുന്നുണ്ട്. അത് പിന്നെ ഒലയുടെ ഒരു മറ്റൊരു പതിപ്പ്. ചെറുപ്പക്കാരനും മിടുക്കനുമായ ഒരു ഒല എന്ന് പറയേണ്ടി വരും. മറ്റേ പ്രായമുള്ള ഒലയായിരുന്നു, ഇത് ചെറുപ്പക്കാരനായ ഒല എന്ന് പറയേണ്ടി വരും. അതേ ഞാനിപ്പോ അതിനെ കാണുന്നുള്ളൂ.